തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC ബസ് നിയന്ത്രണം തെറ്റി ഡിപ്പോയിലേക്ക് ഇടിച്ചു കയറി. സിമന്റ് ബാരിക്കേഡിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. കാട്ടാക്കടയിൽ നിന്ന് മായത്തേക്ക് പോകേണ്ടിയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബ്രേക്ക് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. സ്റ്റാൻഡല്ലേ, ആ സ്റ്റാൻഡിൽ വന്ന് ഇടിച്ചിട്ട് വീണ്ടും വണ്ടി പുറകോട്ട് എടുത്തിട്ട് വീണ്ടും വന്ന് സ്പീഡിൽ തെറിച്ചതുപോലെ വന്ന് ഇടിച്ചങ്ങ് ചില്ലല്ല. നമ്മളെല്ലാം ബസ് മായ ബസ്സിന് പോവാതിരിക്കണ, മായ ബസ്സിന് ഓടിപ്പോയപ്പോ ചില്ല് തെറിക്കണല്ലേ. ശരിക്കും ആളുണ്ടായിരുന്നു. ആരും പുറത്തൊന്നും ഗോകുൽനാഥ് ഉണ്ട് വിശദാംശങ്ങളുമായി. ഗോകുൽ, ബ്രേക്ക് തകരാറാണ് അപകട കാരണം. വലിയൊരു അപകടമാണ് ഇപ്പോൾ തലനാരിഴയ്ക്ക് ഒഴിവായത് എന്നൊക്കെ പറയേണ്ടി വരും. ഈ സിമന്റ് തട്ടി നിന്നതിനാലാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. ഈ അപകടത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുന്നത്. ആര്യ, എന്തായാലും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടില്ല. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലെത്തി കാട്ടാക്കടയിൽ നിന്ന് പിന്നീട് മായത്തേക്ക് സർവീസ് നടത്തേണ്ട ബസ്സാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടെന്നുള്ളതാണ്. രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കാട്ടാക്കടയിൽ നിന്ന് ബസ് ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നിയന്ത്രണം തെറ്റി ഈ സിമന്റ് ബാരിക്കേഡിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സിമന്റ് ബാരിക്കേഡിന് അപ്പുറത്താണ് യാത്രികരൊക്കെ വിശ്രമിക്കുന്ന വിശ്രമ കേന്ദ്രവും അതേപോലെ തന്നെ കാത്തിരിപ്പ് കേന്ദ്രവും ഒക്കെ ഉള്ളത്. ആ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിലാണ് ഇത്തരത്തിലൊരു സിമന്റ് ബാരിയർ ഉണ്ടായിരുന്നത്. ആ ബാരിയർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബാരിക്കേഡ് ഉള്ളതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായതെന്നുള്ളതാണ്. ഈ അമിത വേഗത്തിൽ ബസ് പെട്ടെന്ന് പാഞ്ഞെടുക്കുകയായിരുന്നു. പെട്ടെന്ന് പാഞ്ഞെടുത്ത് ഇത്തരത്തിൽ ഈ സിമന്റ് ബാരിക്കേഡിൽ തട്ടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ അപകടം ഒഴിവായതെന്നുള്ളതാണ്. ഏകദേശം 50ഓളം ആളുകൾ ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ അപകടമാണ് ഒഴിവായത്. അതായത് KSRTC ജീവനക്കാർ പറയുന്നത് ഈ ബസിന്റെ ബ്രേക്ക് ഡൗൺ ആയതാണ് അപകട കാരണമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ KSRTC ഡിപ്പോ ഈ വിഷയം അന്വേഷിച്ച് വരികയാണ്. സംഭവത്തിൽ എന്തായാലും ഇപ്പോൾ KSRTC ഡിപ്പോ ഈ അന്വേഷണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിമന്റ് ബാരിക്കേഡിൽ ഇടിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ ഇരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നിലവിൽ കാട്ടാക്കടയിൽ എത്തിയ ഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. ബസ് കണ്ടക്ടറും അതേപോലെ തന്നെ ഡ്രൈവറും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ ചില്ല് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആളപായം നിലവിലില്ല. ഈ ബാരിക്കേഡിനോട് ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്ന 2 പേരുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഈ പരിക്കുകളൊന്നും സാരമല്ല. ആര്യ, ശരി, എന്തായാലും വലിയ ദുരന്തമാണ് അല്ലെങ്കിൽ അപകടമാണ് ഒഴിവായത്. ഈ സിമന്റ് ബാരിക്കേഡിൽ തട്ടിയത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്.